നമസ്കാരം. ഈ ദിവസം അവസാനിക്കുമ്പോൾ ഇന്ന് പുറത്തുവന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങളുമായി പ്രേക്ഷകർക്ക് മുന്നിൽ വാർത്തകൾ ആയി എത്തുകയാണ് ഞാൻ പ്രവിത ലക്ഷ്മി. ലേറ്റ് എഡിഷനിലൂടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ചാലക്കുടി മലയ്ക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ വീണ്ടും കാട്ടാനയുടെ ആക്രമണം. കാർ യാത്രികരായ കുടുംബം രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക്. ആദിമ ദൃശ്യങ്ങളിലേക്ക്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുകയാണ് തൃശ്ശൂരിൽ നിന്ന്. വിഷ്ണു, ഇത് ദൃശ്യം പകർത്തിയത് മറ്റൊരു കാറിലെ യാത്രക്കാരാണ് എന്ന് മനസ്സിലാക്കുന്നു. ഒരുപാട് വാഹനങ്ങളും ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ തിരക്കേറിയ ഒരു റോഡ് തന്നെയാണ് ഇതെന്നും ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. ഈ സംഭവത്തിൽ ആർക്കെങ്കിലും പരുക്കേറ്റിട്ടുണ്ടോ? ഇത് വളരെ തിരക്കേറിയ റോഡാണ്, ആർക്കും പരിക്കേറ്റിട്ടില്ല. ഇന്ന് 7 മണിയോടുകൂടിയായിരുന്നു സംഭവം. സ്ഥിരമായി ഈ പ്രദേശത്ത് ഇത്തരത്തിൽ കാട്ടാന ശല്യമുണ്ട്. ജനവാസ മേഖലയല്ല, മറിച്ച് വനത്തിലൂടെ പോകുന്ന റോഡാണ്. ഈ റോഡിന് കുറുകെ ആന നിൽക്കുകയും വലിയ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുകയും സംഭവം നിശ്ചയമാണ്. പക്ഷെ ഇത്തവണ ഈ കാറ് ആനയെ കണ്ട് നിർത്തുകയായിരുന്നു. കാറ് നിർത്തിയവർ പിന്നോട്ടെടുക്കുന്നതിന് മറ്റൊരു ആന ഇവരുടെ അടുത്തേക്ക് പാഞ്ഞെത്തി എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. തലനാരിഴക്കാണ് ഇവർ രക്ഷപ്പെട്ടത്. ഇവർ ബാക്കൗട്ട് എടുക്കുന്നതനുസരിച്ച് ആന ഇവരെ ഫോളോ ചെയ്തു വന്നിരുന്നു. പക്ഷെ ഒരു പോയിന്റിൽ വെച്ച് ആന പിന്നീട് തിരിഞ്ഞു പോവുകയും അപകടം ഒഴിവായി എന്നാണ് മനസ്സിലാവുന്നത്. ഗതാഗത കുരുക്ക് ആ പ്രദേശത്ത് അവിടെ ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു 3 ആഴ്ച മുമ്പ് കബാലി എന്ന ആന ഈ സമാനമായ സ്ഥലത്ത് തന്നെ ഇത്തരത്തിൽ ഭീതി ജനിപ്പിക്കുകയും അവിടുത്തെ വാഹനങ്ങളൊക്കെ ആക്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു. ഈ തൃശ്ശൂരിലെ പല മേഖലകളിലും ഇന്ന് മാത്രമായി വിവിധയിടങ്ങളിൽ ഈ കാട്ടാന ശല്യം റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. വടക്കാഞ്ചേരി വെള്ള മേഖലയിൽ കൃഷി നശിപ്പിച്ച വാർത്തയൊക്കെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ തൃശ്ശൂരിനോട് ചാലക്കുടിയോട് ചേർന്ന് കിടക്കുന്ന മലക്കപ്പാറ മേഖലയിൽ ഈ കാട്ടാന ഇത്തരത്തിൽ ഭീതിജനകമായ ഒരു സാഹചര്യം സൃഷ്ടിച്ചത്. എന്തായാലും വനം വകുപ്പ് ഈ പ്രദേശത്ത് ഇപ്പോൾ നിരീക്ഷണമൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രവിധ. വിഷ്ണു സുരേഷാണ് വിവരങ്ങൾ നൽകിയത്. കായിക വാർത്തയിൽ വിശദാംശങ്ങളുമായാണ് മറ്റൊരു വാർത്ത ഇപ്പോൾ വരുന്നത്. സഞ്ജു സാംസണിനെ ട്രേഡിലൂടെ സ്വന്തമാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ്. രവീന്ദ്ര ജഡേജയെയും സാം കറനെയും പകരം രാജസ്ഥാന് നൽകും. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന് ചേരുകയാണ് വിവരങ്ങളുമായി. അനിൽ, അങ്ങനെ സഞ്ജുവിനെ സ്വന്തമാക്കാൻ ചെന്നൈ സൂപ്പർ കിങ്സ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? പ്രവിധ, കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള വലിയൊരു ഹോട്ട് ടോപ്പിക് സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസ് വിട്ട് മറ്റൊരു ടീമിലേക്ക് ചേക്കേറുമോ എന്നത്. മറ്റു പല ടീമുകളുടെയും പേരുകൾ കേട്ടിരുന്നു. ആദ്യം ചെന്നൈയുടെ പേര് തന്നെയായിരുന്നു, പിന്നീട് കൊൽക്കത്ത, ഡൽഹി തുടങ്ങിയ പേരുകളൊക്കെ തന്നെ പറഞ്ഞിരുന്നു. ചെന്നൈ ഒരു ഘട്ടത്തിൽ പിന്മാറുന്നു എന്ന് പറഞ്ഞതാണ്. പക്ഷേ ഏറ്റവും പ്രകാരം ചെന്നൈ വീണ്ടും സഞ്ജുവിന്റെ കാര്യത്തിൽ പരിഗണന നൽകുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ ധോണി വിരമിക്കുകയാണെങ്കിൽ, ഒരു സീസൺ കൂടി ശേഷം വിരമിക്കുകയാണെങ്കിൽ ആ സ്ഥലത്തേക്ക് ഏറ്റവും മികച്ച ഒരു താരം, അത് പ്രശസ്തി കൊണ്ടാവട്ടെ വിക്കറ്റ് കീപ്പിംഗ് സ്കില്ല് കൊണ്ടാവട്ടെ, അങ്ങനെ ഒരു താരം തന്നെ ധോണിയെ റീപ്ലേസ് ചെയ്യാൻ വേണം എന്നുകൂടി കരുതിയാണ് സഞ്ജുവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നത്. പകരം രവീന്ദ്ര ജഡേജ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട താരമാണ്, കഴിഞ്ഞ കുറെ ആളുകളായി കളിക്കുന്നതാണ്. ആ താരത്തെയും ഒപ്പം തന്നെ സാം കറൻ, ഇംഗ്ലണ്ടിന്റെ ഓൾറൗണ്ടറാണ്, അദ്ദേഹത്തെ വിട്ടുകൊടുത്തുകൊണ്ടായിരിക്കും ഒരുപക്ഷെ സഞ്ജുവിനെ സ്വന്തമാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഇനി ജഡേജയെ പോലെ ഒരു താരത്തെ വിട്ടുകൊടുക്കുന്നതിനെതിരെ വൻ പ്രതിഷേധം ആരാധകർക്കിടയിൽ ഇതിനോടകം തന്നെ ഉയരുന്നുണ്ട്. ഒരുപക്ഷെ അതില്ലെങ്കിൽ സഞ്ജുവിനെ ക്യാഷ് കൊടുത്തെങ്കിലും ട്രേഡിലൂടെ സ്വന്തമാക്കാനായിരിക്കും ചെന്നൈ ശ്രമിക്കുക എന്നുള്ളതാണ്. ഒരുപക്ഷെ സഞ്ജു ഉള്ളത് കൊണ്ട് മാത്രമാണ് രാജസ്ഥാൻ ഇത്ര അധികം ഫാൻസ് ഉള്ളത് എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. സഞ്ജു ചെന്നൈയിലേക്ക് വരുമ്പോൾ ചെന്നൈക്കും അത് വലിയ രീതിയിൽ അവർക്ക് അവരുടെ ബ്രാൻഡ് വാല്യൂ ഉയർത്തുന്നത് ഇപ്പോൾ തന്നെ ഏറ്റവും മികച്ച ടീമുകളിലൊന്നാണ്. സഞ്ജു കൂടി വരുമ്പോൾ മലയാളി ആരാധകരുടെയൊക്കെ തന്നെ കൂടുതൽ സ്നേഹം ചെന്നൈയിലേക്ക് പോകാനും കൂടി സാധ്യതയുണ്ട്. എന്തായാലും സഞ്ജു ചെന്നൈയിലേക്ക് പോകുന്നത് വലിയ വാർത്തയായി. ഒരുപക്ഷെ IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ ട്രേഡ് എന്ന തരത്തിലാണ് ഇപ്പോൾ ആ വാർത്തകൾ ഇടം പിടിക്കുന്നത്. പ്രവിധ, തീർച്ചയായും ആരാധകരെ സംബന്ധിച്ച് ഏറെ നിർണായകമായൊരു തീരുമാനമായിരിക്കും പക്ഷേ ടീമിനെ സംബന്ധിച്ചുണ്ടാകുന്നത്. സഞ്ജുവിനെ സ്വന്തമാക്കാനാണ് ഇപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സ് തീരുമാനിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് ഇപ്പോൾ അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്നും നൽകിയത്. കൊച്ചി കണ്ണങ്ങാട്ട് പാലത്തിൽ നിന്ന് കായലിൽ ചാടിയ യുവാവിന് വേണ്ടി 4 മണിക്കൂറിന് ശേഷം തിരച്ചിൽ തുടങ്ങി. തിരച്ചിലിനായി മത്സ്യത്തൊഴിലാളികളെ എത്തിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി ശ്രീലക്ഷ്മി ബി പിള്ളയാണ് കൊച്ചിയിൽ നിന്ന് ചേരുന്നത്. ശ്രീലക്ഷ്മി, വലിയ പ്രതിഷേധമുണ്ടായിരുന്നു നാട്ടുകാരുടെ ഭാഗത്തു നിന്ന് ഒരാൾ കായലിൽ ചാടിയിട്ട് തിരച്ചിൽ നടത്താത്തതിൽ. ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ എത്തി തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഇവർ വാർത്ത അറിഞ്ഞെത്തിയതാണോ, മറ്റാരെങ്കിലും എത്തിച്ചതാണോ?
പ്രവിധ ഇപ്പോൾ 4 മണിക്കൂറിന് ശേഷമാണ് തെരച്ചിൽ ആരംഭിച്ചിരിക്കുന്നത്. അതും ഫയർഫോഴ്സും പോലീസും വന്നിട്ട് പോലും തെരച്ചിൽ നടത്തിയിരുന്നില്ല. അവർ പ്രധാനമായും പറഞ്ഞിരുന്നത് തങ്ങൾക്ക് തെരച്ചിൽ നടത്താൻ പറ്റത്തില്ല, കാരണം സുരക്ഷാ കാരണത്താൽ തങ്ങൾക്ക് തെരച്ചിൽ നടത്താൻ പറ്റില്ലെന്നായിരുന്നു ഫയർഫോഴ്സ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ തെരച്ചിലിന് ഇറങ്ങിയിരിക്കുകയാണ്. നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്നാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ തെരച്ചിലിന് ഇറങ്ങിയിരിക്കുന്നത്. 4 മണിക്കൂറുകളായി ഇപ്പോൾ ആ യുവാവ് കായലിലേക്ക് ചാടിയിരിക്കുന്നത്. ഈ 4 മണിക്കൂറായിട്ട് പോലും തെരച്ചിൽ നടത്താത്തതിനെ തുടർന്ന് വാഹനങ്ങൾ തടഞ്ഞുപോലുമുള്ള പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. അതിനുശേഷമാണ് 4 മണിക്കൂറിന് ശേഷമാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ ഇറങ്ങിയിരിക്കുന്നത്. പ്രധാനമായും അവർക്കും നേരിടുന്ന പ്രശ്നം ലൈറ്റ് ഇല്ല, അതുപോലെ തന്നെ വേണ്ട തെരച്ചിൽ നടത്താനുള്ള വേണ്ട സുരക്ഷാ കാരണങ്ങളില്ല എന്നുള്ളൊരു കാരണമാണ് ഇപ്പോൾ അവരും മത്സ്യത്തൊഴിലാളികളും പറയുന്നത്. എന്നാൽ അവർ പറയുന്നത് തങ്ങൾക്ക് പറ്റാവുന്ന രീതിയിലുള്ള തെരച്ചിൽ തങ്ങൾ നടത്തും എന്നാണ് ഇപ്പോൾ മത്സ്യത്തൊഴിലാളികൾ പറയുന്നത്. പ്രവിധ. ശരി, ശ്രീലക്ഷ്മി ബി പിള്ളയാണ് വിവരങ്ങൾ നൽകിയത്. ഇനി തദ്ദേശ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ പ്രമുഖരെ കളത്തിലിറക്കി BJP. മുൻ DGP R. ശ്രീലേഖയും പത്മിനി തോമസും ഉൾപ്പെട്ട ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിട്ടു. സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് BDJSന്റെ തീരുമാനം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ 67 വാർഡുകളിലെ സ്ഥാനാർത്ഥികളെയാണ് ഒന്നാം ഘട്ടത്തിൽ BJP പ്രഖ്യാപിച്ചത്. മുൻ DGP R. ശ്രീലേഖ ശാസ്തമംഗലത്ത് ജനവിധി തേടും. പത്മിനി തോമസും തമ്പാനൂർ സതീഷും BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം പിടിച്ചു. ശാസ്തമംഗലം R. ശ്രീലേഖ, കൊടുങ്ങന്നൂർ VV രാജേഷ്, പാളയം പത്മിനി തോമസ്, തമ്പാനൂർ സതീഷ്, പേട്ട P. അശോക് കുമാർജി, നേമം MR. ഗോപൻ, കരമന അജിത്, കരുമം ആശാനാഥ് GS. കവടിയാറിൽ ശബരിനാഥന് എതിരെ നിൽക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന VV രാജേഷ് കൊടുങ്ങാനൂരിൽ മത്സരിക്കും. എല്ലാ വാർഡും ഞങ്ങൾക്ക് ഒരുപോലെ തന്നെയാണ്. പൂജപ്പുര വാർഡ് വനിതാ വാർഡായി. എന്തായാലും തിരുവനന്തപുരത്ത് കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ഭരണം തിരുവനന്തപുരം കോർപ്പറേഷനിലെത്തും. സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഒറ്റയ്ക്ക് മത്സരിക്കാനാണ് BDJS തീരുമാനം. BJP ജില്ലാ നേതൃത്വം മുന്നണി മര്യാദ പാലിച്ചില്ലെന്ന് BDJS ജില്ലാ പ്രസിഡന്റ് D. പ്രേംരാജ് 24നോട് പറഞ്ഞു. ഈ ഒരു മുന്നണി സംവിധാനം എന്ന് പറയുമ്പോൾ തുല്യ പ്രാധാന്യം കൊടുക്കണം. ഒരു മുന്നണി സംവിധാനത്തിൻ്റെ ഒരു മര്യാദ എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരാൾ മാത്രമായിരിക്കാം. പക്ഷേ എന്തുകൊണ്ട് ഒരാളാണെങ്കിൽ അവർ മുന്നണി സ്വീകരിച്ചു, അല്ലെങ്കിൽ സ്വീകരിക്കരുത്. കവടിയാറിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചിട്ടില്ല. സിറ്റിംഗ് കൗൺസിലർമാരിൽ ഭൂരിഭാഗവും മത്സരരംഗത്തുണ്ട്. MR. ഗോപൻ നേമത്തും കരമന അജിത് കരമനയിലും ജനവിധി തേടും. 24 തിരുവനന്തപുരം. സ്ഥാനാർത്ഥിത്വം പ്രതീക്ഷിച്ചിരുന്നില്ല എന്ന തിരുവനന്തപുരം കോർപ്പറേഷനിലെ BJP സ്ഥാനാർത്ഥി മുൻ DGP R. ശ്രീലേഖ. വികസനമാണ് ലക്ഷ്യം. തിരുവനന്തപുരം കോർപ്പറേഷൻ BJP പിടിച്ചെടുക്കുമെന്നും R. ശ്രീലേഖ 24നോട് പറഞ്ഞു. ഒട്ടുമില്ല. കാരണം എനിക്കൊരു ഔദ്യോഗിക പദവി തന്നിട്ടുണ്ടായിരുന്നല്ലോ, ഉപാധ്യക്ഷ എന്നുള്ള പാർട്ടിയുടെ സംസ്ഥാന ഉപാധ്യക്ഷ എന്നുള്ള ഔദ്യോഗിക പദവി തന്ന സ്ഥിതിക്ക് ഞാൻ ഇങ്ങനെ ഒരു വാർഡിൽ മത്സരിക്കണം എന്ന് പറയുന്ന ഒട്ടും പ്രതീക്ഷിച്ചതല്ല. തിരുവനന്തപുരം കോർപ്പറേഷൻ ഇത്തവണ BJPക്കുള്ളതാണെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും 100% ഉറപ്പ്. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് എക്സ്പ്രസിൽ കുട്ടികളെ കൊണ്ട് RSS ഗണഗീതം പാടിച്ചതിൽ വിദ്യാഭ്യാസ മന്ത്രി B. ശിവൻകുട്ടി അന്വേഷണത്തിന് ഉത്തരവിട്ടു. ഗണഗീതം പാടിച്ചതിനെ ഭരണപക്ഷവും പ്രതിപക്ഷവും വിമർശിച്ചപ്പോൾ ന്യായീകരണവുമായി BJP നേതൃത്വം രംഗത്ത് വന്നു. ദക്ഷിണ റെയിൽവേയുടെ നടപടി ഭരണഘടനാ വിരുദ്ധമാണെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പ്രസ്താവനയിലൂടെ പറഞ്ഞു. എറണാകുളം ബംഗളൂരു വന്ദേ ഭാരത് സർവീസിന്റെ ഉദ്ഘാടന ചടങ്ങിനിടെ എളമക്കര സരസ്വതി വിദ്യാനികേതൻ വിദ്യാർത്ഥികൾ ഗണഗീതം പാടുകയും ഇത് റെയിൽവേ ഔദ്യോഗിക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പോസ്റ്റ് ചെയ്തതിലുമാണ് അന്വേഷണം. അടിയന്തര റിപ്പോർട്ട് നൽകാൻ പൊതുവിദ്യാഭ്യാസ ഡയറക്ടറോട് വിദ്യാഭ്യാസ മന്ത്രി നിർദ്ദേശിച്ചു. നിബന്ധനകൾ പാലിച്ചില്ലെങ്കിൽ സ്കൂളിന്റെ NOC പിൻവലിക്കാൻ സംസ്ഥാന സർക്കാരിന് അധികാരമുണ്ടെന്നും V. ശിവൻകുട്ടി മുന്നറിയിപ്പ് നൽകി. അല്ലെങ്കിൽ വിദ്യാലയം ആരംഭിക്കുന്നതിന് NOC കൊടുക്കേണ്ടത് അതാത് ബന്ധപ്പെട്ട സംസ്ഥാന സർക്കാരുകളാണ്. കണ്ടീഷൻസ് ലംഘിച്ചാൽ NOC പിൻവലിക്കാൻ വരെയുള്ള അധികാരാവകാശങ്ങൾ കേരള വിദ്യാഭ്യാസ നിയമത്തിലും ദേശീയ വിദ്യാഭ്യാസ നിയമത്തിലും പറയുന്നുണ്ട്. റെയിൽവേ RSSന്റെ തറവാട്ട് വകയല്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R. ബിന്ദു. റെയിൽവേ എന്ന് പറയുന്നത് RSSന്റെ തറവാട്ട് വകയല്ല എന്നാണ് ഞാൻ FBയിൽ എഴുതിയത്. അത് തന്നെയാണ് എനിക്ക് ആവർത്തിക്കാനുള്ളത്. റെയിൽവേയുടെ നടപടി നിഷ്കളങ്കമായി കാണാൻ കഴിയില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. റെയിൽവേ ആദ്യം എക്സിൽ നിന്ന് മാറ്റി വീണ്ടും എക്സിൽ വെച്ചിരിക്കുക. അപ്പോൾ അത് സമ്മർദ്ദം കൊണ്ടാണ്. ഒരു തരത്തിലുള്ള രാഷ്ട്രീയവൽക്കരണം ഈ സർക്കാർ ചെലവിൽ, നാട്ടുകാരുടെ ചെലവിൽ നടക്കില്ല. ഗണഗീതം ദേശഭക്തിയുടെ ഭാഗമെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു. ആഘോഷത്തിന്റെ ഭാഗമാണെന്ന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും വ്യക്തമാക്കി.
ഇതിനെന്താണ് കുഴപ്പം? ഇതിലും കൂടുതൽ RSകാർ പാടുന്ന വന്ദേമാതരാണ്. അത് പാർലമെന്റിൽ പാടുന്നില്ലേ? ആ കുഞ്ഞുങ്ങൾ നിഷ്കളങ്കമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ആഘോഷമാണ് അവർക്ക് അന്നേരം. അതാണ് തോന്നിയത്, അത് അവർ ചെയ്തു. അത് തീവ്രവാദ ഗാനമൊന്നും അല്ലല്ലോ. ട്രെയിനിൽ പാടിയത് ദേശഭക്തി ഗാനമെന്ന് എളമക്കര സരസ്വതി വിദ്യാനികേതൻ പ്രിൻസിപ്പൽ ഡിൻഡോ KP 24-നോട് പറഞ്ഞു. റെയിൽവേ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർട്ടിക്കാർ പറഞ്ഞിട്ടോ ഒന്നുമല്ല. ഇത് ദേശഭക്തി ഗാനം എന്നുള്ള നിലയ്ക്ക് ചൊല്ലുന്നതാണത്. കുട്ടികളുടെ ഗണഗീതം വീഡിയോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ NS നുസൂർ രംഗത്തെത്തി. RSSന് എന്തിനാണ് ഈ ഗാനം തീരെഴുതുന്നത് എന്നാണ് നുസൂറിന്റെ ചോദ്യം. ഈ പോസ്റ്റ് BJP നേതാവ് K സുരേന്ദ്രൻ ഷെയർ ചെയ്തു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. കുടുംബവാഴ്ചയിൽ നെഹ്റു കുടുംബത്തിനെതിരായ വിമർശനത്തിന് പിന്നാലെ മുതിർന്ന BJP നേതാവ് LK അദ്വാനിയെ പുകഴ്ത്തി ഡോക്ടർ ശശി തരൂർ MP. പിറന്നാൾ ആശംസ നേർന്ന് പങ്കുവച്ച എക്സ്പോസ്റ്റിലാണ് പുകഴ്ത്തൽ. LK അദ്വാനിയുടെ പിറന്നാൾ ദിവസം അദ്വാനിക്കൊപ്പമുള്ള പഴയ ഫോട്ടോ പങ്കുവച്ചായിരുന്നു ഡോക്ടർ ശശി തരൂർ MP ജന്മദിനാശംസ നേർന്നത്. പൊതുസേവനത്തോടുള്ള അചഞ്ചലമായ പ്രതിബദ്ധത, എളിമ, മാന്യത, ആധുനിക ഇന്ത്യയുടെ പാത രൂപപ്പെടുത്തുന്നതിൽ അദ്വാനി വഹിച്ച പങ്ക് എന്നിവ ഒരിക്കലും മായ്ക്കാൻ പറ്റാത്തതാണെന്നും തരൂർ എക്സിൽ കുറിച്ചു. അദ്വാനിയെ യഥാർത്ഥ രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന് വിശേഷിപ്പിച്ച തരൂർ അദ്ദേഹത്തിന്റെ സേവന ജീവിതം മാതൃകാപരമാണ് എന്നും അഭിപ്രായപ്പെട്ടു. തരൂരിന്റെ പോസ്റ്റിനെ വിമർശിച്ച് സുപ്രീംകോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ സഞ്ജയ് ഹെഗ്ഡെ രംഗത്ത് വന്നിരുന്നു. രാമക്ഷേത്ര നിർമ്മാണത്തിനായി ആഹ്വാനം ചെയ്ത രഥയാത്രയിൽ അദ്വാനിയുടെ പങ്ക് പൊതുസേവനമായി കണക്കാക്കാനാവില്ലെന്നായിരുന്നു ഹെഗ്ഡെയുടെ വിമർശനം. ഈ രാജ്യത്ത് വെറുപ്പിന്റെ വ്യാളി വിത്തുകൾ പാകുന്നത് പൊതുസേവനമല്ലെന്നും മറുപടി നൽകി. എന്നാൽ അതിനുശേഷവും താൻ പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് തരൂർ വ്യക്തമാക്കിയത്. കഴിഞ്ഞ ദിവസം നെഹ്റു കുടുംബത്തിനെതിരെ തരൂർ എഴുതിയ ലേഖനം വലിയ അമർഷമാണ് പാർട്ടിക്കകത്ത് ഉണ്ടാക്കിയത്. 24 ഡൽഹി. ഡൽഹിയിൽ വായു ഗുണനിലവാരം അതീവ ഗുരുതരം. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ കണക്കുകൾ പ്രകാരം വായു ഗുണനിലവാര സൂചിക ശരാശരി 391 ഉയർന്നു. വായുമലിനീകരണം രൂക്ഷമായതിൽ ഇന്ത്യ ഗേറ്റിന് മുന്നിൽ ജനകീയ പ്രതിഷേധം നടന്നു. ഡൽഹിയിൽ ശ്വസിക്കുന്നത് പോലും ആരോഗ്യത്തിന് ഹാനികരമാകുന്നു. 39 വായു ഗുണനിലവാര നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 23 എയർ ക്വാളിറ്റി ഇൻഡെക്സ് 400-ന് മുകളിലാണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും ഉയർന്ന AQI രേഖപ്പെടുത്തിയത് ബവാനയിൽ 436. നഗരത്തിൽ ഗ്രേഡഡ് റെസ്പോൺസ് ആക്ഷൻ പ്ലാനിലെ മലിനീകരണ നിയന്ത്രണ നടപടികൾ തുടരുകയാണ്. ഡൽഹി സർക്കാരിന്റെയും മുനിസിപ്പൽ കോർപ്പറേഷന്റെയും ജീവനക്കാർക്കായി മുഖ്യമന്ത്രി രേഖ ഗുപ്ത കഴിഞ്ഞ ദിവസം ഷിഫ്റ്റ് സമയങ്ങളിൽ മാറ്റം നിർദ്ദേശിച്ചിരുന്നു. വാഹനത്തിരക്ക് കുറയ്ക്കുന്നതിലൂടെ മലിനീകരണം നിയന്ത്രിക്കുക എന്ന ലക്ഷ്യത്തോടെ നവംബർ 15 മുതൽ ഫെബ്രുവരി 15 വരെ 3 മാസത്തേക്കാണ് സമയമാറ്റം നടപ്പാക്കുന്നത്. AQI 400-ന് മുകളിലെത്തിയാൽ ആക്ഷൻ പ്ലാൻ 3-ാം ഘട്ടം നടപ്പിലാക്കും. കഴിഞ്ഞ വർഷം ഡിസംബർ മാസത്തിലാണ് AQI 400 കടന്നത്. ഈ നില തുടർന്നാൽ ഈ മാസം തന്നെ അതീവ ഗുരുതര വിഭാഗത്തിലേക്ക് കടന്നേക്കും. അതിനിടെ ഡൽഹിയിൽ വായു മലിനീകരണത്തിനെതിരെ ജനകീയ പ്രതിഷേധം ഇന്ത്യ ഗേറ്റിന് മുൻപിൽ നടന്നു. ये बहुत गलत तरीका है. हम किसी को हार्म नहीं कर रहे हैं. हम बस साफ साफ कह रहे हैं कि चाहे कोई सी गवर्नमेंट हो, लेकिन इंसान कॉमन मैन यहाँ पे मर रहा है. कॉमन मैन यहाँ पे मर रहा है और कोई पॉलिसीज नहीं आ रही है. सरकार डेटा को छुपा रही है. വായു മലിനീകരണം തുടച്ചു നീക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം. 24 ഡൽഹി. മലപ്പുറം കീഴുപറമ്പ് പഞ്ചായത്തിൽ ഹരിതകർമ്മ സേനാംഗങ്ങൾ പിരിച്ച യൂസർ ഫീസിനെ ചൊല്ലി വിവാദം. മാലിന്യം ശേഖരിച്ചതിനുള്ള തുക ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചില്ല എന്ന പരാതിയുമായി അംഗങ്ങൾ രംഗത്ത് വന്നു. 10 ലക്ഷത്തിലധികം തുക നിക്ഷേപിക്കാനുണ്ട് എന്നാണ് ആരോപണം. കീഴുപറമ്പ് പഞ്ചായത്തിലെ 14 വാർഡുകളിലെ വീടുകളിൽ നിന്നും കടകളിൽ നിന്നും മാലിന്യം ശേഖരിച്ചതിന്റെ യൂസർ ഫീസ് അടച്ചില്ലെന്നാണ് ആരോപണം. വാർഡുകളിൽ നിന്നും മാത്രം ഒരു മാസം 1,90,000-ലധികം രൂപ കിട്ടുന്നുണ്ട്. കടകളിൽ നിന്ന് 25,000-ഓളം രൂപയും. 2023 മുതൽ കൃത്യമായി മുഴുവൻ തുകയും ബാങ്കിൽ നിക്ഷേപിച്ചില്ലെന്ന് ഹരിതകർമ്മസേനാംഗങ്ങൾ പറയുന്നു. അംഗങ്ങൾക്ക് ശമ്പളം കൊടുത്തതിന്റെ ബാക്കി തുക ബാങ്കിൽ ഇല്ലെന്നാണ് പരാതി. സേനാംഗങ്ങളുടെ വരുമാനത്തിൽ നിന്ന് പിടിച്ച കോർപ്പസ് ഫണ്ടും അക്കൗണ്ടിൽ കാണാനില്ല. ഞങ്ങൾക്ക് ഈ നഷ്ടപ്പെട്ട പൈസ ഞങ്ങൾക്ക് ഏത് വൈക്കാ പോയത് വെച്ചാൽ ഞങ്ങൾ തിരിച്ച് കിട്ടിയേ പറ്റുള്ളൂ. ഞങ്ങൾക്ക് കിട്ടണം. അതിൽ ഏതറ്റം വരെ പോയിച്ചാലും ഞങ്ങൾ ഈ ഹരിതകർമ്മസേന ഫുൾ ആൾക്കാരും പോവും. അപ്പോൾ എങ്ങനായാലും വേണ്ടിയില്ല, ഞങ്ങൾക്ക് ഇത് തിരിച്ച് കിട്ടണം. ശമ്പളം മുടങ്ങിയതോടെയാണ് അംഗങ്ങൾക്ക് സംശയമായത്. ശമ്പളം കിട്ടിയിട്ടില്ല. ഒരാൾ ബാങ്കിൽ ചെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളെ ആ മാസത്തെ ഞങ്ങൾ ഉണ്ടായ കളക്ഷൻ പോലും ആ മാസത്തെ അതിലില്ല. ഈ ആശ്രയിലെ പൈസ അതിലുണ്ട്. 1,04,000 രൂപ വന്നിട്ടുണ്ട്, അക്കൗണ്ടിൽ പോയിട്ടുണ്ട് എന്ന് ഞങ്ങളോട് പറഞ്ഞു. പക്ഷെ ഇതുവരെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല.
പിരിച്ച പണം നിക്ഷേപിക്കുന്നതിൽ ഹരിതകർമ്മസേന ഭാരവാഹികൾക്ക് വീഴ്ച പറ്റിയെന്ന് അംഗങ്ങൾ ആരോപിക്കുന്നു. ഇവർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. 24 മലപ്പുറം. കൊതുകുജന്യ രോഗങ്ങൾ ബാധിച്ച് കഴിഞ്ഞ 5 വർഷത്തിനിടെ സംസ്ഥാനത്ത് മരിച്ചത് 513 പേർ. ഡെങ്കിപ്പനി ബാധിച്ചാണ് ഏറ്റവും കൂടുതൽ മരണം. 432 പേർ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചുവെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നു. മലേറിയ ബാധിച്ച് 16 പേരും ജപ്പാൻ ജ്വരം ബാധിച്ച് 5 പേരും 5 വർഷത്തിനിടെ മരിച്ചു. കൊതുകുജന്യ രോഗങ്ങളായ മലേറിയ, ഡെങ്കിപ്പനി, ജപ്പാൻ ജ്വരം, ചിക്കുൻകുനിയ എന്നിവ ബാധിച്ച് സംസ്ഥാനത്ത് കഴിഞ്ഞ 5 വർഷത്തിനിടെ മരിച്ചത് 513 പേരെന്ന് ഞെട്ടിപ്പിക്കുന്ന കണക്ക്. 2020 ജനുവരി 1 മുതൽ 2025 നവംബർ 7 വരെയുള്ള കണക്കുകളാണിത്. ഇതിൽ 432 പേരും ഡെങ്കിപ്പനി ബാധിച്ചാണ് മരിച്ചതെന്ന് ആരോഗ്യവകുപ്പ് സ്ഥിരീകരിക്കുന്നു. പുറമെ 58 മരണങ്ങൾ ഡെങ്കിപ്പനി മൂലമെന്ന് സംശയിക്കുകയും ചെയ്യുന്നു. മലേറിയ ബാധിച്ച് 16 പേരും ജപ്പാൻ ജ്വരം ബാധിച്ച് 5 പേരും ചിക്കുൻകുനിയ ബാധിച്ച് 2 പേരും ഇക്കാലയളവിൽ മരിച്ചു. എറണാകുളം ജില്ലയിലാണ് കൊതുകുജന്യ രോഗങ്ങളാലുള്ള മരണങ്ങൾ കൂടുതൽ. 5 വർഷത്തിനിടെ ഡെങ്കിപ്പനി ബാധിച്ച് 108 പേരും മലേറിയ ബാധിച്ച് 2 പേരും എറണാകുളത്ത് മരിച്ചു. കൊല്ലത്ത് 84, പാലക്കാട് 57, തൃശൂരിൽ 53, തിരുവനന്തപുരത്ത് 49 പേരും ഡെങ്കിപ്പനി ബാധിച്ച് ഇക്കാലയളവിൽ മരിച്ചു. ഇടുക്കിയിൽ 6ഉം കൊല്ലത്ത് 3ഉം മലേറിയ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കൊതുകുജന്യ രോഗങ്ങളാൽ മരണപ്പെടുന്നവരുടെ എണ്ണം കുറയ്ക്കുന്നതിനും അത്തരം സംഭവങ്ങളിലേക്ക് പോകാതിരിക്കുന്നതിനും വേണ്ടി ആരോഗ്യവകുപ്പ് കർശന നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. 2023 ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി മരണങ്ങൾ ഉണ്ടായത്. 2023 സംസ്ഥാനത്ത് 165 പേർ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചു. 2024 141 ഡെങ്കിപ്പനി മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഇക്കൊല്ലം ഇതുവരെ 44 പേർ ഡെങ്കിപ്പനി ബാധിച്ച് മരിച്ചതായാണ് ആരോഗ്യവകുപ്പിന്റെ കണക്കുകൾ. 18 മരണം ഡെങ്കിപ്പനി മൂലമെന്ന് സംശയിക്കുകയും ചെയ്യുന്നു. മലേറിയ ബാധിച്ച് ഇക്കൊല്ലം റിപ്പോർട്ട് ചെയ്തത് 2 മരണം. കൊതുകുജന്യ രോഗങ്ങൾ തടയുന്നതിന് സംസ്ഥാനം നിലവിൽ തുടർന്നു പോരുന്ന പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ടെന്ന് ഈ കണക്കുകൾ തെളിയിക്കുന്നു. 24 തിരുവനന്തപുരം. സ്കൂളിലെ പ്രാർത്ഥനാ ഗീതങ്ങൾ മതേതരമാക്കുന്നതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടക്കുന്നുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. മതേതര മൂല്യങ്ങളിൽ നിന്നും കേരളം പിന്നോട്ടു പോകില്ല. പാഠപുസ്തകങ്ങളിലെയും RSS വൽക്കരണം നടക്കുന്നുണ്ട്. ഉപാധികൾക്ക് എതിരായി സ്കൂളുകൾ പ്രവർത്തിച്ചാൽ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി ആവർത്തിച്ചു. വിദ്യാലയങ്ങളിൽ സ്വാഗതഗാനം എങ്ങനെ മതേതരത്വമാക്കാം എന്നതിനെക്കുറിച്ച് കേരളത്തിൽ ചർച്ച നടക്കുകയാണ്. RSSന്റെ ഗാനം കുട്ടികളെ കൊണ്ട് പാടിപ്പിച്ചത് നമ്മൾ കണ്ടതാണ്. ഭരണഘടനാ മൂല്യങ്ങളിൽ നിന്ന് ഒരു ഇഞ്ച് പോലും കേരളം പിന്നോട്ട് നടക്കില്ല എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ്. CBSE സ്കൂളായിരുന്നാലും ഏത് വിദ്യാലയങ്ങളായിരുന്നാലും കേരളത്തിൽ പ്രവർത്തിക്കണമെങ്കിൽ കേരള ഗവൺമെൻറ് NOC ആവശ്യമാണ്. ചില കണ്ടീഷൻസ് വെച്ചുകൊണ്ടാണ് കേരള ഗവൺമെൻറ് NOC കൊടുക്കുന്നത്. ആ കണ്ടീഷൻസിന് വിരുദ്ധമായി ഉള്ള പ്രവർത്തനം നടത്തിയാൽ കർശന നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യയും സൗദിയും ഹജ്ജ് കരാർ ഒപ്പുവച്ചു. ജിദ്ദയിൽ കേന്ദ്രമന്ത്രി കിരൺ റിജിജുവും സൗദി ഹജ്ജ് മന്ത്രി തൗഫീഖ് അൽ റബിയുമാണ് 2026 ഹജ്ജ് കരാർ ഒപ്പുവച്ചത്. ഇന്ത്യയുടെ ഹജ്ജ് ക്വാട്ട 1.25 ലക്ഷമായി തുടരും. അന്തർ സംസ്ഥാന ടൂറിസ്റ്റ് ബസ്സുകൾ നാളെ മുതൽ പണിമുടക്കും. തമിഴ്നാട്, കർണാടക സംസ്ഥാനങ്ങളുടെ നികുതി പിരിവിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. സാമ്പത്തിക നഷ്ടം സഹിക്കാൻ കഴിയുന്നില്ല എന്നാണ് വാഹന ഉടമകൾ പറയുന്നത്. കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റ് വാഹനത്തിന് ഓരോ സംസ്ഥാനത്തിനും നികുതി അടക്കേണ്ടതില്ല എന്ന വ്യവസ്ഥകൾ പ്രകാരമാണ് ഇത്തരത്തിലൊരു പെർമിറ്റ് എടുത്തുകൊണ്ട് വാഹന ഉടമകൾ കേരളത്തിൽ സർവീസ് ആരംഭിച്ചത്. എന്നാൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് തമിഴ്നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ തുടരുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ കർണാടകത്തിലും ടാക്സ് വാങ്ങിക്കുന്ന അവസ്ഥയുണ്ട്. ഈ വിഷയങ്ങൾ അടിയന്തരമായിട്ട് ഗതാഗത മന്ത്രിതലങ്ങളിൽ ചർച്ച നടത്തി പരിഹാരം കാണാത്ത പക്ഷം വാഹനം നിരത്തിലിറക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രസവത്തെ തുടർന്ന് യുവതി മരിച്ചതിൽ ചികിത്സാ പിഴവ് ആരോപിച്ച് കുടുംബം. കരിക്കകം സ്വദേശി ശിവപ്രിയയ്ക്ക് പ്രസവശേഷം ആശുപത്രിയിൽ വേണ്ടത്ര പരിചരണം ലഭിച്ചില്ല എന്നും അണുബാധയെ തുടർന്നാണ് മരണം എന്നുമാണ് ആരോപണം. എന്നാൽ പിഴവ് സംഭവിച്ചിട്ടില്ല എന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം. സംഭവത്തിൽ ആരോഗ്യമന്ത്രി റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. കരിക്കകം സ്വദേശിയായ 26-കാരി ശിവപ്രിയയെ ഒക്ടോബർ 22-നാണ് പ്രസവത്തിനായി തിരുവനന്തപുരം SAT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. 25-ന് കുഞ്ഞുമായി വീട്ടിലേക്ക് മടങ്ങി. കടുത്ത പനിയെ തുടർന്ന് പിറ്റേ ദിവസം തിരികെ ആശുപത്രിയിൽ എത്തിച്ചു. നില വഷളായതോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ മൾട്ടി സ്പെഷ്യാലിറ്റി വിഭാഗത്തിലേക്ക് മാറ്റി. കൾച്ചർ പരിശോധനയിൽ അസിനറ്റോബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തി. അണുബാധ കൂടിയതോടെ ആദ്യം ICUവിലേക്കും പിന്നീട് വെന്റിലേറ്ററിലേക്കും മാറ്റി. ഇന്നുച്ചയോടെ മരിച്ചു. SAT ആശുപത്രിയിൽ നിന്നാണ് അണുബാധ ഉണ്ടായതെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത്. അസിനറ്റോബാക്ടീരിയ ആണോ എന്ന് ചോദിച്ച സമയത്താണ് അവർ
പിന്നെ ഓന്ന് സമ്മതിക്കുകയും ചെയ്ത് എല്ലാ കാര്യത്തിനും കാലതാമസമാണ് ഏറ്റവും വലിയ പ്രശ്നം. ശിവപ്രിയയുടെ 9 ദിവസവും 2.5 വയസ്സും മാത്രം പ്രായമുള്ള 2 കുഞ്ഞുങ്ങളുമായി ബന്ധുക്കൾ SAT ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ആശുപത്രിക്ക് മുന്നിൽ BJPയും കോൺഗ്രസും പ്രതിഷേധവുമായി എത്തി. ആശുപത്രി സൂപ്രണ്ടുമായി നടത്തിയ ചർച്ചയിൽ സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ട കാര്യം അറിയിച്ചെങ്കിലും സുപ്രീം കോടതി മാർഗനിർദ്ദേശം അനുസരിച്ച് പ്രത്യേക സംഘം അന്വേഷിക്കണമെന്നാണ് ആവശ്യം. ഈ മരണത്തെ സംബന്ധിച്ച് RDOവിൻ്റെ സാന്നിധ്യത്തിൽ ഇൻക്വസ്റ്റും പോസ്റ്റ്മോർട്ടവും നടക്കണം. ഈ മരണത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളത് ശാസ്ത്രീയമായി പരിശോധിക്കപ്പെടണം. എന്നാൽ ആശുപത്രിയിൽ നിന്ന് അണുബാധയുണ്ടാകാൻ സാധ്യതയില്ലെന്നാണ് ആശുപത്രി സൂപ്രണ്ടിന്റെ വിശദീകരണം. ലേബർ റൂമിൽ നിന്നും ഒരു അണുബാധ എന്നുള്ള രീതിയിൽ നമുക്കിതിനെ എടുക്കാൻ സാധിക്കില്ല. ലേബർ റൂമിൽ അണുബാധയുണ്ട് എന്നുള്ള ഒരു സംശയം ആർക്കും വേണ്ടതില്ല. കാരണം അത് ഒരു ആശങ്ക ഉളവാക്കും. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.